ഒറ്റയടിപ്പാത. നാട്ടിൻപുറത്ത് പാട്ട് കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. സാധാരണ പല പേടി സ്വപ്നം കുബേരാശ്രമത്തിൻ്റെ അടുത്ത്, തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ആശ്രമമെന്ന് പറഞ്ഞാൽ കുബേരാശ്രമം. അപ്പോൾ ഇത് ഒറ്റയടി പാതയാണ്. ഒറ്റയടി പാതയിലൂടെ ഒറ്റയ്ക്ക് ഒരു വ്യക്തി ഇവിടെ നടത്തിയാണ് പറയുന്നത്. കുടുംബം വിട്ടുമാറി, സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു, അച്ഛൻ മരിച്ചു, അമ്മ മരണപ്പെട്ടു, ബന്ധുക്കൾ എവിടെ ഏതാണെന്ന് അറിയത്തില്ല. അവൻ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അതിനവനൊരു ഒറ്റയടിപ്പാതയിലൂടെ ഈ പാത എവിടെ എത്തുന്നു? ഈ പാതയ്ക്കകത്തൂടെ വരുന്ന ആൾക്കാരോട് യാതൊരു പരിചയമില്ല, ഒന്നുമില്ല. പക്ഷെ ഒറ്റയടിപ്പാതയിൽ ആളെ കാണാനില്ല. ഇടയ്ക്ക് ആരെങ്കിലും വന്നാലായി. പക്ഷെ ആരോ ഒരാൾ അധിക ദൂരത്ത് നിന്ന് വരുന്നുണ്ട്. തലയിൽ എന്തോ ചുമടൊക്കെ ഉണ്ട്. അത് പരിചയമില്ലാതെ നമുക്ക് മിണ്ടാനൊന്നും കഴിയത്തില്ല. വഴിയിലൂടെ നമുക്ക് പോകാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊരമ്മയാണ്. അത് ചാണാനോ അങ്ങനെ എന്തോ ഇതായിട്ട് പോവാണ്. ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള യാത്ര? അതാണ് ഒറ്റയടിപ്പാത. ഈ ഒറ്റയടിപ്പാതയിൽ ശബരിമലയിൽ പോകുന്നത് പോലെ കല്ലുണ്ട്, പക്ഷെ മുള്ളില്ല. കാലിക്ക് മെത്ത എന്ന് പറയുന്ന ചെരുപ്പുണ്ട്, പക്ഷെ അത് ലൂണാക്കണ്ട. അതുകൊണ്ട് ആ വിഷയങ്ങളൊന്നുമില്ല. ഇനി എങ്ങനെ കരകയറാൻ പറ്റും? അപ്പോൾ പറയും, ദൈവികതയിലോട്ട് പോയാലോ മുട്ടുവൻ തുറക്കപ്പെടും, യേശുദേവൻ പറഞ്ഞു. പച്ചപ്പാവുന്ന പ്രകൃതിയിൽ പടച്ചാമ്പരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പച്ചപ്പിലൂടെ കാണാൻ കഴിയും. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, തൂണിലും തുരുമ്പിലും മണ്ണിലും എന്തിനു പറഞ്ഞ് പോച്ചൽ വരെ ഈശ്വരനുണ്ടെന്ന്. പക്ഷേ ഞാൻ എങ്ങും കണ്ടില്ല. പല ചെടിയിലും പിടിച്ചപ്പം എൻ്റെ കയ്യിൽ മുള്ളുമുണ്ട്. എനിക്ക് വേദന സഹിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ചില പോച്ചകളിൽ നിന്നപ്പോൾ എനിക്ക് മയക്കമടിച്ചു. അപ്പോൾ അത് ന്യൂ ജനറേഷൻ പറയുന്നത് മണ്ണിലും പിന്നിലും തൂണിലും തുരുമ്പിലും ഇതിന് സകലത്തിലും ഞാൻ ജയിച്ചിരിക്കുന്നു. അത് ന്യൂ ജനറേഷനായ പിള്ളേരത് കണ്ടെത്തി. അതുകൊണ്ട് അവരേതൊരു പോച്ച മേടിച്ച് അത് ഏതോ ഒരു ഇലയ്ക്കകത്ത് കയറ്റി, വീടിയില എന്ന് പറയും, ആ ഇല ഏതോ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അങ്ങനെ മരം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് ഉപയോഗിച്ച് ലഹരി കണ്ടെത്തുന്നു. പോട്ട് ഉപ്പ് പോലോ പൗഡർ പോലോ പഞ്ചസാര പോലോ ഉള്ള എന്തോ വസ്തു ഇതിൻ്റെ MDMA അങ്ങനെയൊക്കെ പറയുന്നു. അത് ഉപയോഗിച്ച് പുള്ളി ഈശ്വരനെ സ്വയം കണ്ടെത്തുന്നു. അവർക്ക് ഈശ്വര ചിന്തകളില്ല, നാളെ എന്നുള്ളൊരു ചിന്തകളില്ല. സ്നേഹത്തോടെ സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് ജീവിക്കുക. സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, രാത്രിയെന്നോ പകലില്ല. എല്ലാം ഒരു മാംസം എന്ന് മാത്രമാണ് അവർ കരുതുന്നത്. ഇതൊരു മാംസമായി. ആ മാംസത്തിൽ എന്തും ചെയ്യാം എന്ന രീതിക്ക് സ്ത്രീയും പുരുഷനും സ്നേഹത്തോടെ ഇടപെടന്ന് ജീവിക്കുന്നതിനെ പ്രശ്നമായിട്ട് കണ്ട്, രാഷ്ട്രീയമായി കണ്ട്, സാമ്പത്തികമായി കണ്ട്, മാനസികമായി കണ്ട്, വർഗീയതയായി കണ്ട് നാടിൻ്റെ കുട്ടിച്ചോറെന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ്? കേരളം എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഇന്ത്യയിൽ നാനാജാതി മതസ്ഥരും സ്വന്തത്തോടെ ജീവിക്കുന്ന ഈ രാജ്യത്ത് അതെല്ലാം അവരെ രീതിക്ക് വിടണം. ലഹരികൾ വരും. ആരാണ് ലഹരി കൊണ്ടുവരുന്നത്? ഭരണകൂടങ്ങൾ. കാരണം പുതിയ തലമുറ ഇഷ്ടം പോലുണ്ട്. അവർ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ വയസ്സായ പല പേർക്കൊന്നും പല്ലും കാണത്തില്ല, എല്ലും കാണത്തില്ല. എന്തിനേറെ പറയുന്നു, അട്രസ്വരം കാണത്തില്ല. അപ്പോൾ അതിന് ഇവരെ തകർക്കാൻ ഇതേ ഉള്ള മാർഗം. അത് ഇന്ന പാർട്ടിക്കാരൻ്റെ ആൾക്കാർ ചെയ്തു, ഇന്ന പാർട്ടി അങ്ങനെ പറഞ്ഞ് കൊണ്ടുപോകുന്നതല്ലാതെ ഒരു 60 വയസ്സിന് മേലുള്ള സകല പേരെയും കേരളത്തിലുള്ളവരെ അടിച്ചു കൊന്നാൽ മാത്രമേ കേരളത്തിന് ഇനിയൊരു ഉയർച്ച ഉണ്ടാവും. കേരളമേ ഉണരൂ. SK കേരള ഇന്ത്യ നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി.